ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വരുൺ മാത്രം പറയുന്നത് വിശ്വസിച്ച അവസാനം നമുക്ക് അബദ്ധം പറ്റുമോ? ഈ കാര്യത്തിൽ കൽപ്പനയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഇതുവരെ വരുൺ കുറ്റവാളിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും. വരുൺ കുറ്റവാളിയായിട്ട് എനിക്കെന്താ കാര്യം? കുടുംബത്തിൽ വേറൊരു പ്രശ്നം വരണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പോയവരൊക്കെ പോട്ടെ അച്ഛാ, ബാക്കിയുള്ളവർക്ക് കൂടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ദിവസം പോലും കാല് പിടിച്ച് കണിമംഗലത്ത് നിന്ന് ഇറക്കിവിടരുതെന്ന് കരഞ്ഞു പറഞ്ഞ പെണ്ണ നമ്മൾ ആരും അറിയാതെ പാതിരാത്രിക്ക് ഇറങ്ങി സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു. അപ്പൊ അവൾ ഇതുവരെ കാണിച്ചതൊക്കെ കള്ളമായിരുന്നോ പത്മിനി? തെറ്റ് പറ്റിയോ നിനക്കും? എനിക്കറിയില്ല, എല്ലാവരും എന്താ ഇങ്ങനെ ചതി ചെയ്യുന്നത്? എന്തായാലും ദേവനാരായണൻ തിരുമേനിയെ അറിയിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത് നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷേ രാധികയെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെട്ടു. അയാൾക്കിത് ആരോടും പറയാതിരിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല മുത്തശ്ശി. അച്ഛന്റെ കാര്യമായതുകൊണ്ട് അവൾ ഇത് മനസ്സിൽ അടക്കി വെക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് രാധിക മോൾക്ക് അവളുടെ അച്ഛനെ. എങ്ങനെയൊക്കെ മൂടി വെച്ചാലും കുറച്ചുനാള് കഴിയുമ്പോ എല്ലാവരും ഇതൊക്കെ അറിയില്ലേ? അപ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. കുറച്ചുനാൾ കഴിയുമ്പോ ഈ പ്രിയങ്കയുടെ അച്ഛൻ ഈ അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യുമല്ലോ. ആ സമയം നോക്കി ഇത് നമുക്ക് അവതരിപ്പിക്കാം. എന്നാലും രാത്രി ഇവിടെ ഉറങ്ങിക്കിടന്ന അവക്ക് എങ്ങനെ അത്രയും ദൂരത്ത് എന്ന് അതാലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല മുത്തശ്ശി. കുഴപ്പം പിടിച്ചവളായിരുന്നു. പക്ഷേ ഇങ്ങനൊരു മരണം ആർക്കു വന്നാലും വേദനയില്ലേ? ആ ദേ, ഇവിടെ ഇപ്പൊ എനിക്കും ഏട്ടനും ചെറിയച്ഛനും മുത്തശ്ശിയും മാത്രമേ ഇതറിയൂ. അവരാരോടും ഇത് പറയില്ല. ഞാൻ ആരോട് പറയാനാ? ഒരു കൊടുങ്കാറ്റ് പോലെ ആയിരുന്നു അവളുടെ കണിമംഗലത്തേക്കുള്ള വരവ്. ദിവസേന ദിവസേന നാശങ്ങൾ ഉണ്ടാക്കി അവസാനം അങ്ങനൊരു പോക്കുപോയി. ഇങ്ങനൊരു അവസാനം ഞാനും ആഗ്രഹിച്ചിരുന്നില്ല മുത്തശ്ശി. അയാളെ എന്നെ വിട്ട് വേറൊരു ജീവിതം തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് അതിനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. എന്നിട്ടും ഒരു വാശി പോലെ എന്റെ പിന്നാലെ. പോട്ടെ, നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഒരു വിധിയുണ്ടല്ലോ. ആ കൂട്ടത്തിലാണെന്ന് കരുതിയാ മതി. മുത്തശ്ശി രാവിലെ ഒന്ന് രാധിക വിളിക്കണം കേട്ടോ. അയാൾക്ക് ഒരു ധൈര്യം കൊടുക്കണം. ഭാവം വല്ലാതെ കരയുന്നുണ്ടാവും. ഞാൻ വിളിച്ചോളാം.